ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. വൈകിട്ട് കൊച്ചിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. നാളെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. ആന്ധ്രാപ്രദേശിൽ നിർമ്മാണം പൂർത്തീകരിച്ച നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആന്റ് നർക്കോട്ടിക്സ് ക്യാമ്പസ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രതികൂല കാലാവസ്ഥ മൂലം വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കാൻ വിമാന കമ്പനികൾക്ക് ഡിജിസിഎയുടെ മാർഗ്ഗനിർദ്ദേശം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ഈ വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലിയോണൽ മെസ്സിക്കും വനിതാ താരം ഐത്താന ബോൺമതിക്കും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. നാളെ തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്. വൈകിട്ട് 5 മണിയോടെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം 6 മണിക്ക് എറണാകുളം നഗരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. മഹാരാജാസ് കോളേജ് ഗ്രൌണ്ട് മുതൽ ഗസ്റ്റ് ഹൌസ് വരെ 1.3 കിലോമീറ്ററാണ് റോഡ് ഷോ നടത്തുക. തുടർന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന പ്രധാനമന്ത്രി നാളെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. ഒപ്പം മുൻ എംപി സുരേഷ് ഗോപിയുടെ മകളുടേതുൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കും. തൃപ്രയാർ ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തും. പിന്നീട് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്ന ചടങ്ങിൽ തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കപ്പൽ നിർമ്മാണശാലയുടെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, പുതിയ ഡ്രൈഡോക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടും. വൈകിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ ബിജെപി നേതാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷം പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി നടത്തുന്ന 2ാമത്തെ കേരള സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഇന്നുച്ചയ്ക്ക് 2 മണി മുതലും നാളെ അതിരാവിലെ 3 മണി മുതൽ ഉച്ചവരെയുമായിരിക്കും ഗതാഗത നിയന്ത്രണം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുമെന്നും നഗരത്തിലേക്ക് പ്രവേശനമുണ്ടാവില്ലെന്നും സിറ്റി പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ പാലാസമുദ്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആന്റ് നർക്കോട്ടിക്സ് ക്യാമ്പസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പരോക്ഷ നികുതി മേഖലയിലെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള രാജ്യത്തെ പരമോന്നത സ്ഥാപനമാണിത്. കേന്ദ്ര റവന്യൂ, കേന്ദ്ര അനുബന്ധ സേവനങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, പങ്കാളിത്ത രാജ്യങ്ങൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ പരിശീലനം നൽകും. ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ജില്ലയിൽ 500 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പരിസ്ഥിതി സൌഹൃദ ഹരിത ക്യാമ്പസാണിത്. ഇന്ത്യൻ റവന്യൂ സർവീസിലെ 74-75 ബാച്ചിലെ ഓഫീസർ ട്രെയിനികളുമായും ഭൂട്ടാനിലെ റോയൽ സിവിൽ സർവീസിലെ ഓഫീസർ ട്രെയിനികളുമായും പ്രധാനമന്ത്രി ഇന്ന് ആശയവിനിമയം നടത്തും. ഇറാൻ സന്ദർശനം തുടരുന്ന വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ടെഹ്റാനിൽ ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം റൈസിയെ സന്ദർശിച്ചു. ഇറാൻ പ്രസിഡന്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾ അറിയിച്ചതായി ഡോക്ടർ ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നതായും വിദേശകാര്യമന്ത്രി അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥ മൂലം വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്നത് യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണമെന്ന് വിമാന കമ്പനികളോട് നിർദ്ദേശിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ മാർഗ്ഗരേഖ. മൂടൽമഞ്ഞ്, വിമാനത്താവളങ്ങളിലെ പ്രതികൂല കാലാവസ്ഥ എന്നിവ കാരണം നിരന്തരം വിമാനങ്ങൾ വൈകുന്നത് കണക്കിലെടുത്താണ് ഡിജിസിഎ എയർലൈനുകൾക്ക് നിർബന്ധിത സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പുറപ്പെടുവിച്ചത്. യാത്രക്കാരോട് വിമാനങ്ങളുടെ കാലതാമസത്തെക്കുറിച്ച് ആശയവിനിമയം നടത്താനും ഇത് സംബന്ധിച്ച് ജീവനക്കാരെ ബോധവൽക്കരിക്കാനും എയർലൈനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമാനങ്ങളുടെ തൽസ്ഥിതി വിവരങ്ങൾ അതത് എയർലൈനിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കണം. ഒപ്പം യാത്രക്കാരെ SMS, വാട്സ്ആപ്പ്, ഇമെയിൽ എന്നിങ്ങനെ ഏതെങ്കിലും മാർഗ്ഗങ്ങളിലൂടെ വിവരങ്ങൾ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തിരക്ക് തടയുന്നതിനും യാത്രക്കാരുടെ അസൌകര്യം ലഘൂകരിക്കുന്നതിനുമായി 3 മണിക്കൂറിലധികം വൈകുന്ന വിമാന സർവീസുകൾ റദ്ദാക്കാൻ ഡിജിസിഎ എയർലൈനുകളെ അനുവദിച്ചിട്ടുണ്ട്. ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യത്തെ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം വാർഷിക ആഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത രാജ്യങ്ങളിൽ ഗവേഷണം ആരംഭിക്കുന്നതിലും ധനസഹായം നൽകുന്നതിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന മഹത്തരമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഉപരാഷ്ട്രപതി ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനും ദുരന്ത നിവാരണത്തിനുമായി സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു.
ആദിവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ജൻജാതി ന്യായ അഭിയാൻ ആരംഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. ഇന്ന് കോട്ടയം ജില്ലയിൽ നടക്കുന്ന യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുക്കും. രാവിലെ തിരുനക്കരയിലും ഉച്ചയ്ക്ക് ശേഷം നാഗമ്പടത്തുമാണ് പരിപാടി. നാളെ അദ്ദേഹം ശബരിമല സന്ദർശിക്കും. എറണാകുളം ജില്ലയിലെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഇന്ന് രാവിലെ ചേരാനെല്ലൂരിലും ഉച്ചകഴിഞ്ഞ് കടമക്കുടി ഗ്രാമപഞ്ചായത്തുകളിലും പര്യടനം നടത്തും. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് ഏകദേശം 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായി നീതി ആയോഗ്. ഇക്കാലയളവിൽ ദരിദ്രരുടെ എണ്ണം 29% നിന്ന് 11% കുറഞ്ഞതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത്. നീതി ആയോഗ് റിപ്പോർട്ട് പ്രോത്സാഹനം പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനം. മലയാളത്തിന് വീണപൂവും കരുണയും ചണ്ഡാലഭിക്ഷകയും തുരവസ്ഥയും നളിനിയുമടക്കമുള്ള മഹാകാവ്യങ്ങൾ സമ്മാനിച്ച ആശാൻ 1924 ജനുവരി 16-ന് പല്ലനയാറ്റിൽ നടന്ന ബോട്ട് അപകടത്തിലാണ് അന്തരിച്ചത്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള പരികർമ്മങ്ങളുടെ ഔപചാരിക ചടങ്ങുകൾ ഇന്നു മുതൽ അയോധ്യയിൽ ആരംഭിക്കും. ചടങ്ങുകൾ ഈ മാസം 21 വരെ തുടരും. തുടർന്ന് ജനുവരി 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം ശബരിമല ക്ഷേത്രനട ഈ മാസം 21-ന് അടയ്ക്കും. 20-ാം തീയതി വരെ ഭക്തർക്ക് ദർശനം നടത്താം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിൽ പര്യടനം പൂർത്തിയാക്കി നാഗാലാൻഡിലേക്ക് പ്രവേശിച്ചു. യാത്രയുടെ 2ാം ദിവസമായ ഇന്നലെ ഇംഫാലിലെ സെക്മായി ഗ്രാമത്തിൽ ഗ്രാമവാസികളുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തി. നരേന്ദ്രമോദിയുടെ ഉറപ്പ് പുതിയ കേരളത്തിന് എന്ന മുദ്രാവാക്യവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ എൻഡിഎ നടത്തുന്ന കേരള പദയാത്ര ഈ മാസം 27-ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ഇന്റർ മയാമിയുടെ അർജന്റീന താരം ലിയോണൽ മെസ്സിക്ക്. മികച്ച വനിതാ താരമായി ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐത്താന ബോൺമതിയും തിരഞ്ഞെടുക്കപ്പെട്ടു. അന്തിമ പട്ടികയിലുണ്ടായിരുന്ന എർലൻ ഹാലണ്ട്, ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെ എന്നിവരെ പിന്തള്ളിയാണ് മെസ്സി മികച്ച താരമായത്. 8ാം തവണയാണ് മെസ്സി മികച്ച ലോകതാരത്തിനുള്ള ഫിഫയുടെ പുരസ്കാരം നേടുന്നത്. 2022 ഡിസംബർ 19 മുതൽ 2023 ഓഗസ്റ്റ് 20 വരെയുള്ള കാലയളവിലെ പ്രകടനമാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 25 മീറ്റർ സെന്റർ ഫയർ പിസ്റ്റൾ മത്സരത്തിൽ സ്വർണം നേടി ഇന്ത്യയുടെ യോഗേഷ് സിംഗ്. ടീമിനത്തിലും ഇന്ത്യൻ താരങ്ങൾ സുവർണ്ണ നേട്ടം കൈവരിച്ചു. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. അടുത്ത 2 ദിവസം കൂടി സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലും ശൈത്യം രൂക്ഷമായി തുടരുകയാണ്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വ്യോമ, റെയിൽ, റോഡ് ഗതാഗതങ്ങൾ തടസ്സപ്പെട്ടു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ഇന്നലെ ആരംഭിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, അശ്വനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. യുക്രൈൻ പ്രസിഡന്റ് വൊളോമിറ്റ്സ്കിയുടെ അഭ്യർത്ഥന മാനിച്ച് ആഗോള സമാധാന ഉച്ചകോടി യുക്രൈനിൽ സംഘടിപ്പിക്കാൻ സ്വിറ്റ്സർലൻഡ് തീരുമാനിച്ചു. തങ്ങളുടെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ബഹുമാനിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും സമാധാന ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് വിയോള ആംഹഡിനൊപ്പം ബേണിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സെലൻസ്കി പറഞ്ഞു. ദക്ഷിണ കൊറിയയുടെ പ്രത്യേക രാഷ്ട്ര പദവി മാറ്റാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെട്ട് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. ഉത്തര ദക്ഷിണ കൊറിയയുടെ ഏകീകരണം ഇനി സാധ്യമല്ലെന്നാണ് തന്റെ അന്തിമ നിഗമനമെന്നും കിം സൂചിപ്പിച്ചു. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുകൾ 8 കോടിയിലധികം ഉപഭോക്താക്കൾ എന്ന സുപ്രധാന നേട്ടം കൈവരിച്ചതായി കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം. രാജ്യത്തെ ജനങ്ങൾ IPPB-യിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഈ നേട്ടം വെളിപ്പെടുത്തുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. വൈകിട്ട് കൊച്ചിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. നാളെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. ആന്ധ്രാപ്രദേശിൽ നിർമ്മാണം പൂർത്തീകരിച്ച നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ്, ഇൻഡയറക്ട് ടാക്സസ് ആന്റ് നർക്കോട്ടിക്സ് ക്യാമ്പസ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രതികൂല കാലാവസ്ഥ മൂലം വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കാൻ വിമാന കമ്പനികൾക്ക് DGCAയുടെ മാർഗ്ഗനിർദ്ദേശം.
കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ഈ വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലിയോണൽ മെസ്സിക്കും വനിതാ താരം ഐത്താന ബോൺമതിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.